സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദ് എഴുതിയ പൊൻചിരാത്. ആരാമേ നിലവിളിച്ചത്? തയ്യൽ പണി നിർത്തി ഹാളിലേക്ക് വന്ന മണിയമ്മയോട് പ്രിയ ചോദിച്ചു. ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി തണുത്ത വെള്ളമെടുത്ത് അതുമായി മുറിയുടെ നേർക്ക് നീങ്ങുകയായിരുന്നു അവൾ. ഞാൻ ശബ്ദമൊന്നും കേട്ടില്ല പ്രിയേ, മണിയമ്മ പറഞ്ഞു. മുകളിലായിരുന്നമ്മേ, ആരോ കരഞ്ഞു, ഞാൻ കേട്ടതാ. എന്നാലൊന്ന് നോക്കിയേക്കാം. സംഭാഷണം ശ്രദ്ധിച്ച അച്യുതൻകുട്ടി പറഞ്ഞു. മൂവരും സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തി. മുകളിലെ 2 മുറികളും അടഞ്ഞു കിടക്കുന്നു. ജ്യോതിയുടെ മുറിയിൽ നിന്നും പുത്തൻ സിനിമകളിലെ അടിപൊളി ഗാനങ്ങൾ കേൾക്കുന്നുണ്ട്. അച്യുതൻകുട്ടി ആ വാതിലിൽ തന്നെ ആദ്യം മുട്ടി. ജയേഷാണ് വാതിൽ തുറന്നത്. എന്താച്ചാ? ആരോ നിലവിളിച്ചെന്ന് പ്രിയ പറഞ്ഞു. എന്താണെന്നറിയാൻ വന്നതാ. ആര് നിലവിളിച്ചെന്ന? ജ്യോതിയും വാതിൽക്കിലേക്ക് വന്നു. ഞങ്ങൾ കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു, പ്രിയ പറഞ്ഞു. ജ്യോതി അത്ഭുതം ഭാവിച്ചു. സദാ മുറിയടിച്ചിരുന്ന് ഉറങ്ങുന്ന പ്രിയേച്ച് നിലവിളി കേട്ടെന്നോ? എന്നാൽ അത് ആന ചിഹ്നം വിളിച്ചതായിരിക്കും. പ്രിയയ്ക്ക് ആ പരിഹാസം മനസ്സിലായി. അവൾ വിട്ടില്ല. മുറിയടച്ച് കിടന്നുറങ്ങുക എന്ന് വെച്ചു. എന്നാലും ചത്തു കിടക്കുമല്ലോ. ഇവിടെ ഒരില അനങ്ങിയാൽ മതി. മുറിയടച്ചിരുന്നാലും ചത്തു കിടന്നാലും ഞാൻ അതറിയും ജ്യോതി എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. മിണ്ടാതിരിക്കു ജ്യോതി, ജയേഷ് ശാസിച്ചു. പ്രഭേ, അച്യുതൻകുട്ടി അടുത്ത വാതിലിൽ തട്ടുകയായിരുന്നു. അനക്കമില്ല. അയാൾ വീണ്ടും വീണ്ടും തട്ടി. പ്രഭ വാതിൽ തുറന്നു. ഒരു പ്രേതം പോലെ അവൾ നിൽക്കുന്നു. വല്ലാത്തൊരു ഷോക്കിലായിരുന്നു അവൾ. ആരാ മോളെ നിലവിളിച്ചത്? നീയാണോ? ഉത്തരം പറഞ്ഞില്ല. പകച്ചുള്ള നിൽപ്പ്. മെല്ലെ അവളുടെ മിഴികൾ തറയിലേക്ക് നീണ്ടു ചെന്നു. പൊട്ടിക്കിടക്കുന്ന ലാപ്ടോപ്പിലേക്ക്. എൻ്റെ ഈശ്വര, മണിയമ്മയാണ് ആദ്യം കണ്ടത്. നീ ഇത് പൊട്ടിച്ചോടി കൊച്ചേ. അവർ മുറിക്കുള്ളിലേക്ക് കയറി. പുറകെ മറ്റുള്ളവരും. എല്ലാവരും ആ കാഴ്ച കണ്ടു. തറയിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്ന ലാപ്ടോപ്പ്. ഇതെന്നാ പറ്റിയതാടി? അച്യുതൻകുട്ടിയും ദേഷ്യപ്പെട്ടു. നിനക്കിത്ര ശ്രദ്ധയില്ലാതായി പോയല്ലോ. ഇന്നിങ്ങോട്ട് കിട്ടിയതല്ലേയുള്ളൂ. ഇത്ര പെട്ടെന്ന് നീ ഇത് നശിപ്പിച്ചു കളഞ്ഞല്ലോടി. സൂക്ഷിച്ച് കയ്യിലെടുക്കണ്ടേ? നിന്റെ കൈക്ക് ഇത്ര ബലമില്ലാണ്ടായി പോയോ? അയാൾക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു. ഞാൻ കയ്യിലെടുത്തതല്ല അച്ചുമാമേ, പ്രഭാവിക്കി. പിന്നെ? അയാൾ ഇരമ്പി. പിന്നെ എങ്ങനെയാടി ഇത് താഴെ വീണ് ഇതുപോലെ പൊട്ടിച്ചിതറിപ്പോയത്? സൂക്ഷിക്കാനറിയാത്ത ഇവൾക്ക് ഇത്രയും വില കൂടിയത് മേടിച്ചു കൊടുത്ത അച്ഛന് ഇത് തന്നെ കിട്ടണം, ജ്യോതി പരിഹസിച്ചു. അച്ഛൻ്റെയിൽ ഇനിയും കാശുണ്ടല്ലോ, ഒന്നുകൂടെ മേടിച്ചു കൊടുക്ക്. വില കൂടിയത് തന്നെ. അവൾ ഇനി പൊട്ടിച്ച് പഠിക്കട്ടെ. ഞാൻ പൊട്ടിച്ചതല്ല അച്ചുമാമേ, പ്രഭ പറഞ്ഞു. പിന്നെ ഇത് തനിയെ താഴെ വീണതാണോടി? മണിയമ്മയുടെ സ്വരത്തിലും ദേഷ്യമുണ്ടായിരുന്നു. ഞാനിത് ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ച് ചാർജിലിട്ടിരിക്കുകയായിരുന്നു മണിയാൻറ്റി. എന്നിട്ടാ താഴേക്ക് വന്നത്. ഞാൻ തിരിച്ചിപ്പോൾ വരുമ്പോൾ ഇതിങ്ങനെ തറയിൽ വീണ് കിടക്കുമായിരുന്നു. ശരിയാണ്, ടേബിളിൻ്റെ മുകളിൽ സൈഡ് ഭിത്തിമേൽ പ്ലഗ് ചെയ്ത പടി ഇപ്പോഴും ചാർജർ കിടക്കുന്നുണ്ട്. പിന്നിതെങ്ങനെ പൊട്ടി? തനിയെ താഴെ വീഴുമോ? അതിനൊരു വഴിയുമില്ലല്ലോ, പ്രിയ ചോദിച്ചു. പൂച്ചയോ ഇല്ലയോ മറ്റോ കയറിയതായിരിക്കും, ജ്യോതി പറഞ്ഞു. ഞാൻ വാതിലടിച്ചിട്ടാണ് ഇറങ്ങിയത്, പ്രഭ പറഞ്ഞു. പൂച്ച കയറാൻ സാധ്യതയില്ല. ജനൽ തുറന്നു കിടക്കുന്നത് കണ്ടില്ലേടി? തുറന്നു കിടക്കുന്ന ജനാലയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജ്യോതി ദേഷ്യപ്പെട്ടു. പൂച്ചയ്ക്ക് കയറാൻ നീ വാതിൽ തുറന്നു കൊടുക്കണമെന്നില്ല. ജനലായാലും മതി. കൊള്ളാം. 2ാം നിലയുടെ ജനലിലൂടെ കയറി ഇത് തട്ടിമറിച്ചിടണമെങ്കിൽ ആ പൂച്ച കുറേ പാടുപെട്ട് കാണും അല്ലേ ജ്യോതി? പ്രിയ ചോദിച്ചു. അതെനിക്ക് എങ്ങനെ അറിയാം? ജ്യോതിക്ക് കൂടുതൽ ദേഷ്യം വന്നു. അച്യുതൻകുട്ടി ആ ലാപ്ടോപ്പിനരികിലിരുന്നു. ഇത് നന്നാക്കിയെടുക്കാൻ പറ്റുമോ? അയാൾ വിഷമത്തോടെ അത് പൊക്കിയെടുക്കാൻ നോക്കി. പക്ഷേ ചില കഷ്ണങ്ങൾ താഴേക്ക് ഓർന്നു വീണു. ഇതിൻ്റെ കവർ മുഴുവൻ പൊട്ടിപ്പോയേച്ചാ. ജയേഷും ലാപ്ടോപ്പ് പരിശോധിച്ചു. കവർ മാറ്റിയിടണമെങ്കിൽ തന്നെ നല്ല കാശാകും. പിന്നെ ഇത്രയും പൊക്കത്തിൽ നിന്നും താഴെ വീണതല്ലേ. സിസ്റ്റം ഡാമേജ് ആയിട്ടുണ്ടാവും. കമ്പനിയിലേക്ക് അയച്ചാലേ എന്തെങ്കിലും അറിയാൻ പറ്റൂ, അവൻ തുടർന്നു. റിപ്പയർ ചെയ്യണമെങ്കിൽ കമ്പനി പറയുന്ന പണം നമ്മൾ അടയ്ക്കേണ്ടി വരും. നമുക്ക് കയ്യബദ്ധം വന്ന് പൊട്ടിയതായതുകൊണ്ട് വാങ്ങിയ ഉടനെയാണെങ്കിൽ പോലും വാറണ്ടി ബാധകമല്ല. അതുകൊണ്ട് സെറ്റ് മാറിക്കിട്ടില്ല. അതിനിത് കയ്യബദ്ധമാണെന്ന് ആര് പറഞ്ഞു? ജ്യോതി പ്രഭയ്ക്ക് നേരെ നോക്കി പൊട്ടിത്തെറിച്ചു. ഇവളുടെ അഹങ്കാരം. ചുമ്മാ കയ്യും കെട്ടിയിരിക്കുകയല്ലേ. കാശുണ്ടാക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം മുൻപിൽ കിട്ടുന്നതിൻ്റെ നെഗളം. മതി ജ്യോതി പറഞ്ഞത്. വാ പോയി കിടക്കാം, ജയേഷ് പറഞ്ഞു. എന്നിട്ട് പുറത്തേക്കിറങ്ങി. നിന്റെ ഒരു ആപ്പിള്
അമർഷത്തോടെ പ്രഭയെ നോക്കി മുരണ്ടുകൊണ്ട് ജയേഷിന് പിന്നാലെ ജ്യോതിയും നീങ്ങി. പുറകെ മറ്റുള്ളവരും. അച്യുതൻകുട്ടിയും മണിയമ്മയും പ്രിയയും താഴെ എത്തി. കഷ്ടം, എത്ര രൂപയുടെ സാധനമാ ആ പെണ്ണ് ശ്രദ്ധയില്ലാതെ നശിപ്പിച്ചു കളഞ്ഞത്. അച്യുതൻകുട്ടി അമർഷം തീരാതെ പറഞ്ഞു. അത് ശ്രദ്ധയില്ലാതെ നശിപ്പിച്ചതൊന്നുമല്ല അച്ഛാ, പ്രിയ ഗൂഢമായ ചിരിയോടെ പറഞ്ഞു. പിന്നെ മനഃപൂർവ്വം ചെയ്തതാ. മനഃപൂർവ്വമോ? അസംബന്ധം പറയരുത്. അച്യുതൻകുട്ടിയുടെ സ്വരത്തിൽ കനം വെച്ചു. അവൾ എന്തിനത് മനഃപൂർവ്വം ചെയ്യണം? അതിന് അവളാണത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ആ ലാപ്ടോപ്പ് തട്ടിപ്പൊട്ടിച്ച് കളയാൻ മാത്രം ആർക്കാണിത്ര ദേഷ്യമെന്ന് അച്ഛൻ ശരിക്കൊന്ന് അന്വേഷിക്ക്. പ്രതിയെ കൈയോടെ പിടിക്കാം. നേർത്തൊരു ചിരി കൂടി സമ്മാനിച്ചിട്ട് പ്രിയ തൻ്റെ റൂമിലേക്ക് പോയി. ആ വാതിലടഞ്ഞു. അവൾ ആരുടെ കാര്യ അച്ചേട്ടാ പറഞ്ഞത്? മണിയമ്മ സംശയത്തോടെ ചോദിച്ചു. വേറെ ആര്? നമ്മുടെ മോള് ജ്യോതി. അങ്ങനെ ഒരു സംശയം എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് മണി. മണിയമ്മ സ്തബ്ധയായി നിന്നു. മുറിക്കുള്ളിൽ ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു പ്രഭ. അപ്പോഴും അജ്മലും കൂട്ടരും ഇന്ന് ക്ലാസ്സിൽ വെച്ച് അത് തന്നതോർത്തു. എത്ര സന്തോഷമായിരുന്നു ആ മുഖങ്ങളിൽ. ഇത് പൊട്ടിപ്പോയെന്നും ഉപയോഗശൂന്യമായെന്നും വേറെ വേണമെന്നും അവരോടിനി എങ്ങനെ പറയും? നെഞ്ചു കുത്തിപ്പിളരുന്ന വേദനയോടെ അവൾ ടേബിളിന് മീതേക്ക് നോക്കി. താനിത് ചാർജിലിട്ടത് അരികിൽ വച്ചിട്ടായിരുന്നില്ല. 2ാം നിലയുടെ ജനാല വഴി ഒരു പൂച്ച കയറി വരാൻ ഒരു സാധ്യതയുമില്ല. അഥവാ കയറി വന്നാൽ തന്നെ അത്ര പെട്ടെന്നൊന്നും ഇത് തള്ളി താഴെയിടാനും പറ്റില്ല. ലാപ്ടോപ്പിന് അതിൻ്റേതായ ഭാരമുണ്ട്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അവൾക്ക് സങ്കടം പൊട്ടി. ടേബിളിലിരിക്കുന്ന ഫോട്ടോ, അച്ഛനും അമ്മയും, അതവൾ 2 കൈകളും നീട്ടിയെടുത്തു. എന്നെ അച്ഛനും അമ്മയും മണിയമ്മയും പോലും വഴക്കു പറഞ്ഞു, ദേഷ്യപ്പെട്ടു. നിങ്ങളെ 2 ആളും കണ്ണും തുറന്നിരിക്കുവല്ലായിരുന്നോ? പറയ്, എങ്ങനെ ഇത് താഴെ വീണ് പൊട്ടിയത്? എനിക്കൊന്ന് പറഞ്ഞതാ. ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ഹൃദയം 100 പിഞ്ഞിക്കീറുന്നത് നൊമ്പരത്തോടെ. പിറ്റേന്നവൾ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയത് ജീവശവം പോലെയാണ്. അവളുടെ ആ പോക്ക് ജ്യോതി കണ്ടു. പരിഹാസത്തിൻ്റെ ചിരി അവളുടെ അധരങ്ങൾ മിന്നി നിന്നു. ജയേഷ് പോകാനിറങ്ങി വരുമ്പോൾ അച്യുതൻകുട്ടി സിറ്റൗട്ടിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. ജയൻ ഇനി എന്നാ വരിക? അച്യുതൻകുട്ടി ചോദിച്ചു. ഇന്നുകൂടി കോട്ടയത്തെ ഓഫീസിൽ ഡ്യൂട്ടി ഉണ്ടച്ചാ. ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. അത് നന്നായി. ഞാൻ പറഞ്ഞതാച്ചാ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങാൻ. അവൻ്റെ ഒപ്പം വന്ന ജ്യോതി പറഞ്ഞു. എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ യാത്ര ഒഴിവാക്കിയിട്ട് ഇവിടെ തന്നെ താമസിക്കാമായിരുന്നില്ലേ അച്ഛാ? ശരിയാ ജയ, ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടച്ചാ. അധികം വൈകാതെ കിട്ടും, ജയേഷ് പറഞ്ഞു. ജ്യോതിക്ക് സന്തോഷമായി. അച്യുതൻകുട്ടി കിച്ചണിലേക്ക് ചെന്നു. അവിയലിനുള്ള കഷ്ണങ്ങൾ നുറുക്കുകയാണ് മണിയമ്മ. 24 മണിക്കൂറും നീ ഇപ്പോൾ ഈ അടുക്കളയിൽ തന്നെയാണല്ലോടി മണി. ഞാനിവിടെ എങ്ങാനും ഉണ്ടോയെന്ന് പോലും നീ ഇപ്പോൾ നോക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ എപ്പോഴും കാണുന്നുണ്ടല്ലോ, പിന്നെന്നാ നോക്കാനാ? മണിയമ്മ കുസൃതിയോടെ ചിരിച്ചു. ഓ, വല്ലപ്പോഴുമെങ്കിലും എന്നെയും കണ്ടാ മതി. അയാൾ ചിരിച്ചു. എന്നിട്ട് അടക്കത്തിൽ പറഞ്ഞു, ജയേഷ് ഇന്നും ഇങ്ങോട്ട് വരും. ദീപവും വരുമെന്ന് പ്രിയ പറയുന്നത് കേട്ടു. മീനോ ഇറച്ചിയോ വാങ്ങണ്ടേടി. ഞാനത് പറയാനിരിക്കുമായിരുന്നു. മണിയമ്മ പറഞ്ഞു. മീനും ഇറച്ചിയും മാത്രം പോരാ, പിന്നെ അരി ഇന്നത്തേക്ക് കൂടിയേ ഉള്ളൂ. പല വ്യഞ്ജനങ്ങളും തീരാറായി. നീ എന്നതാടി മണി പറയുന്നത്? അയാൾ അമ്പരന്നു. കഴിഞ്ഞ മാസം കിട്ടിയ പെൻഷൻ പറ്റുകടയിൽ തീർക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മാസം അതിലും കൂടുതലാണോ? ഒന്ന് പതുക്കെ പറയച്ചേട്ടാ. മണിയമ്മ ശബ്ദം താഴ്ത്തി. മുൻപ് നമ്മൾ 2 പേരുമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആളെണ്ണം കൂടി. ആളെണ്ണം കൂടുമ്പോൾ ചിലവും കൂടും. അയാൾ അമ്പരന്നു. ശില്പമോളുണ്ട് ഇവിടെ. ഒരു കുഞ്ഞിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ വലിയവരേക്കാൾ കൂടുതലാ. പാല് വേണം, ബേക്കറി പലഹാരങ്ങൾ വേണം, ഹോർലിക്സ് വേണം. ഇതിനൊക്കെയുള്ള പണം അവർക്ക് തന്നാൽ എന്നാടി? ശില്പമോള് നമ്മുടെ കൊച്ച. പിച്ചക്കണക്ക് പറയാതെ. പിച്ചക്കണക്കാണോടി മണി? എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ. ഉണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. മണിയമ്മ ഒരു നീണ്ട ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി വെച്ചിരുന്നത് എടുത്ത് അച്യുതൻകുട്ടിയെ ഏൽപ്പിച്ചു. ഇത്രയും സാധനങ്ങൾ വേണം, മേടിച്ചോണ്ട് വാ. അച്യുതൻകുട്ടി ആ ലിസ്റ്റ് കണ്ട് കണ്ണുമിഴിച്ചു. ഇതെന്നതാടി മണി? ഇത്രയും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എൻ്റെ പെൻഷൻ പോരല്ലോടി. രാത്രി തോറും കക്കാനിറങ്ങണല്ലോടി. മണിയമ്മയുടെ മുഖം വാടി. എനിക്കും കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല അച്ചേട്ടാ, അവർ പറഞ്ഞു. പക്ഷേൽ അടുക്കളയിൽ സാധനങ്ങളില്ലാന്ന് വന്നാൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അതും ശരിയാ, നീ എന്നാ ചെയ്യാനാ? അച്യുതൻകുട്ടി പറഞ്ഞു. ഞാൻ എല്ലാം വാങ്ങിക്കൊണ്ട് വരാമടി, നീ വിഷമിക്കണ്ട. മണിയമ്മയുടെ മുഖം തെളിഞ്ഞു.
വൈകുന്നേരം 5:30 ദീപു എത്തി. അയാളുടെ കയ്യിലുള്ള ബിഗ് ഷോപ്പർ നിറയെ പഴങ്ങളും പലഹാരങ്ങളും കോഴിക്കോടൻ ഹൽവയുമായിരുന്നു. സ്കൂളിൽ നിന്നും വന്നിട്ട് ഹാളിലെ സിറ്റിയിൽ ശില്പമോളെയും കൂട്ടി ചാഞ്ഞു കിടന്ന് TV കാണുകയായിരുന്നു ജ്യോതി. ഹൽവ എന്ന് കേട്ടപ്പോഴേ അവൾ ചാടി എഴുന്നേറ്റു. മോളു, അടുക്കളയിൽ ചെന്ന ഒരു പ്ലേറ്റും കത്തിയും തരാൻ അമ്മയോട് പറയേ, നമുക്കിത് മുറിച്ച് എല്ലാവർക്കും കൊടുക്കാം. ശില്പ ഓടിപ്പോയി പ്ലേറ്റും കത്തിയുമായി വന്നു. ജ്യോതി ബിഗ് ഷോപ്പറിലുള്ള പലഹാരങ്ങളും പഴങ്ങളും ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു നിരത്തിയിട്ട് ഹൽവ പ്ലേറ്റിലേക്ക് വെച്ച് മുറിക്കാൻ തുടങ്ങി. ഓറഞ്ച് നിറമുള്ള കോഴിക്കോടൻ ഹൽവ. കുളി കഴിഞ്ഞ് മേക്കപ്പ് ഇടുകയായിരുന്നു പ്രിയ. ഹാളിൽ ദീപുവിൻ്റെ ശബ്ദം കേട്ട് അവൾ ഇറങ്ങി വന്നു. ടേബിളിലിരിക്കുന്ന പൊതികെട്ടുകൾ കണ്ടപ്പോഴേ അവളുടെ മുഖം കറുത്തു. ശമ്പളം മുഴുവൻ പൊടിച്ചെന്ന് തോന്നുന്നല്ലോ ദീപേട്ടാ, അവൾ പറഞ്ഞു. നല്ല ടേസ്റ്റ്, നല്ല മയം. ഒരു പീസ് ഹൽവ തിന്നുകൊണ്ട് ജ്യോതി പ്രിയയെ കൊള്ളിച്ചു പറഞ്ഞു. ശമ്പളം മുഴുവൻ കൊടുത്ത് വാങ്ങിയാലും നഷ്ടമില്ല ദീപേട്ടാ, അത്രയ്ക്ക് രുചിയാ. ഇത് ഞാൻ ശമ്പളം കൊടുത്ത് വാങ്ങിയതൊന്നും അല്ലടി, ദീപു പറഞ്ഞു. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലേ, കടയിൽ നിന്ന് ഗിഫ്റ്റ് തന്നതാ. അത് നന്നായി, അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ ഒരു അംഗം നടന്നേനെ. ജ്യോതി, നീ നിന്റെ പണി നോക്കിയാൽ മതി കേട്ടോ, പ്രിയ താക്കീത് നൽകി. ജ്യോതി ഊറിച്ചിരിച്ചു. വാ അച്ചച്ച, അലുവ തിന്നിട്ട് പോയാൽ മതി. തൊടിയിൽ കുരുമുളക് വള്ളി വലിച്ചു കെട്ടുകയായിരുന്നു അച്യുതൻകുട്ടി. ശില്പമോൾ പിടിച്ചു വലിച്ചുകൊണ്ടുവന്നു. അയാൾക്ക് ഹൽവ പീസ് നൽകി. അപ്പോഴാണ് പുറത്ത് കാർ വന്ന് നിന്നത്. ജെയിൻ വന്നല്ലോ, ദീപു പറഞ്ഞു. അകത്തേക്ക് കയറി വന്ന ജയേഷിൻ്റെ കയ്യിൽ ആപ്പിൾ കമ്പനിയുടെ എംബ്ലം പതിപ്പിച്ച ഒരു ഷോൾഡർ ബാഗ് ഉണ്ടായിരുന്നു. ജ്യോതി അത് കണ്ടു. ലാപ്ടോപ്പ് ഇന്ന് തന്നെ വാങ്ങിയോ ജയേട്ടാ? അതും ആപ്പിളിൻ്റെ തന്നെ? അവളുടെ മുഖത്ത് സൂര്യൻ ഉദിച്ചുയർന്നു. ഓഫീസിൽ നിന്നും അല്പനേരത്തെ ഇറങ്ങി, അതുകൊണ്ട് വാങ്ങാമെന്ന് വെച്ചു. നിനക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നല്ലോ ജ്യോതി, അച്യുതൻകുട്ടി പറഞ്ഞു. അത് തീരെ വിലക്കുറഞ്ഞതാച്ചാ. ഇതാവുമ്പോൾ കയ്യിൽ വെച്ചാൽ തന്നെ ഒരു അന്തസ്സാ. അതാ ഇത് തന്നെ വേണമെന്ന് ഞാൻ ജയേട്ടനോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് തന്നെ വാങ്ങി തരുമെന്ന് കരുതിയില്ല കേട്ടോ. ജയേട്ടൻ അങ്ങനെയാണച്ചാ, ഞാൻ എന്നെ ആവശ്യപ്പെട്ടാലും വാങ്ങിത്തരും. ജ്യോതിയുടെ മുഖത്ത് അഭിമാനം തുളുമ്പി. പിന്നെ എനിക്ക് പുതിയത് കിട്ടിയ സ്ഥിതിക്ക് എൻ്റെ പഴയത് ഇവിടുത്തെ കുട്ടി ഡോക്ടർക്ക് കൊടുത്തേക്കാം. അവളുടേത് ഇന്നലെ തന്നെ അവൾ നശിപ്പിച്ചു കളഞ്ഞില്ലേ, ഉദാരതയോടെ അവൾ പറഞ്ഞു. ജ്യോതിക്ക് വില കൂടിയ പുതിയത് കിട്ടിയ സ്ഥിതിക്ക് വില കുറഞ്ഞ പഴയത് വേസ്റ്റ് തന്നെയാ. അതിപ്പോൾ ആർക്ക് കൊടുത്താലും അതൊരു വലിയ മനസ്സ് തന്നെയാ ജ്യോതി, പ്രിയ മുള്ളുവെച്ചു പറഞ്ഞു. ജ്യോതിയുടെ മുഖം കറുത്തു. അവൾ ജയേഷിൻ്റെ കയ്യിലെ ബാഗിൽ പിടിച്ചു വലിച്ച് തിടുക്കം പൂണ്ടു. ഇങ്ങ് തന്നേ ജയേട്ടാ, ഞാനതൊന്ന് കാണട്ടെ. ജയേഷ് പക്ഷെ അത് വിട്ടുകൊടുത്തില്ല. അല്ല, അമ്മയും പ്രഭയന്തേ, അവരെ കണ്ടില്ലല്ലോ, അവൻ പറഞ്ഞു. അവരടുക്കളയിലാ ജയ, അച്യുതൻകുട്ടി പറഞ്ഞു. അത്താഴം ഒരുക്കുക മോളു, ജയേഷ് ശില്പയോട് പറഞ്ഞു. മോള് ചെന്ന് അമ്മയും പ്രഭയും വിളിച്ചോണ്ട് വന്നേ. ഞാനിപ്പം അച്ഛമ്മയും പ്രഭാൻ്റെയും വിളിച്ചോണ്ട് വരാമെങ്കിൽ. ശില്പ ഓടി. അവൾ തിരികെ വരുമ്പോൾ പ്രഭയും മണിയമ്മയും കൂടെ ഉണ്ടായിരുന്നു. അടുക്കളപ്പണി ചെയ്ത് വല്ലാതെ മുഷിഞ്ഞതും നനവ് പടർന്നതുമായിരുന്നു മണിയമ്മയുടെ നൈറ്റി പോലും. എങ്കിലും മുഖത്തെ ഐശ്വര്യം അതേപടിയുണ്ട്, സന്തോഷവും. കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞ് അടുക്കളയിൽ കയറിയതാണ് പ്രഭ. അടുപ്പിലെ ചൂടടിച്ചിട്ടാവും അവളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഇട്ട് നിൽക്കുന്നു. പക്ഷേ അതിലുപരി അസഹ്യമായൊരു നൊമ്പരം ചൂഴ്ന്ന് ആ മുഖം വാടിയും മിഴികൾ കലങ്ങിയുമിരുന്നു. പ്രഭേ, ജയേഷ് വിളിച്ചു. അവൾ മുഖമുയർത്തി. ഇങ്ങു വരൂ, അവൻ പറഞ്ഞു. അലുവ നിറഞ്ഞ മൃദുസ്വരമായിരുന്നു അത്. പ്രഭ ഒന്ന് സംശയിച്ചു. ജ്യോതിയെ ഒന്ന് നോക്കി. എങ്കിലും ജയേഷിൻ്റെ അടുത്തേക്ക് ചെന്നു. ജ്യോതി പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും തോളിൽ നിന്നും ഊരാതെ മുറുകെ പിടിച്ചിരുന്ന ഷോൾഡർ ബാഗ് ജയേഷ് കയ്യിലെടുത്തു. എന്നിട്ട് പ്രഭയ്ക്ക് നേരെ നീട്ടി. ഈ ലാപ്ടോപ്പ് നിനക്കാ, ഇന്നലെ പൊട്ടിപ്പോയില്ലേ, അതിനു പകരാ. പ്രഭ അന്താളിച്ചു. ജയേട്ടാ, എന്താണിത്? ജ്യോതി നടുങ്ങിപ്പോയി. ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതല്ലേ, ഇങ്ങോട്ടുതാ, അവൾ പറഞ്ഞു. നീ പറഞ്ഞിട്ട് തന്നെയാ വാങ്ങിയത്, പക്ഷേ നിനക്ക് വേണ്ടിയല്ല, ഇവൾക്ക് വേണ്ടിയാ, ജയേഷ് നേർത്ത മന്ദഹാസത്തോടെ പറഞ്ഞു. എല്ലാ മുഖങ്ങളിലും ഒരമ്പരപ്പുണ്ടായി. പൊട്ടിപ്പോയി ലാപ്ടോപ്പിൻ്റെ അതേ കമ്പനിയുടേത് തന്നെ. 1,30,50 രൂപയായി. എന്നാലും സാരമില്ല, സെയിം പാറ്റേൺ തന്നെ കിട്ടി. ജയേഷ് വീണ്ടും പ്രഭയ്ക്ക് നേരെ തിരിഞ്ഞു. നീ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റാ, നിനക്കിത് വളരെ അത്യാവശ്യവുമാണ്. അതുകൊണ്ടാ ഇന്ന് തന്നെ വാങ്ങിയത്. ദാ പിടിച്ചോ. പ്രഭയുടെ കരങ്ങൾ നീണ്ടില്ല. ജയേഷ് ഒട്ടും അടിച്ചില്ല.
പ്രഭയുടെ കരങ്ങൾ പിടിച്ചെടുത്ത് അതിലേക്ക് വെച്ചുകൊടുത്തു. ജ്യോതിക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു അത്. എടി, അവൾ ചീറി. ഒരു കുതിപ്പിനവൾ പ്രഭയുടെ മുൻപിലെത്തി അവളുടെ കയ്യിൽ നിന്ന് ആ ബാഗ് തട്ടിപ്പറിച്ചെടുത്തു. അങ്ങനെ നീ ഇതുകൊണ്ട് പഠിച്ച് നെകളിക്കണ്ട, ഇതെനിക്കുള്ളതാ. നിനക്ക് വേണമെങ്കിൽ എൻ്റെ പഴയതെടുത്തു. തെണ്ടിക്കേറി വന്ന നീ അതിൽ പഠിച്ചാൽ മതിയടി. പ്രഭയുടെ കലങ്ങിയ മിഴികളിൽ കണ്ണീര് പാടയായി നിറഞ്ഞു പടർന്ന് കാഴ്ച തന്നെ മറച്ചു. ജ്യോതി, ജയേഷ് വിളിച്ചു. സൗമ്യമായിരുന്നു ആ സ്വരം. എന്താ? ധാർഷ്ട്യതയോടെ ജ്യോതി വിളി കേട്ടു. അതങ്ങ് തിരിച്ചു കൊടുക്ക്. ഇല്ല, ജ്യോതി പറഞ്ഞു. ഞാൻ കൊടുക്കില്ല, ഇതെനിക്കുള്ളതാ. അങ്ങോട്ട് കൊടുക്കണേ. ജയേഷിൻ്റെ സ്വരത്തിൽ നിന്ന് സൗമ്യത മാഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ കേട്ടത് ഒരടിയുടെ ശബ്ദം. ജയേഷിൻ്റെ വലതുകരം ജ്യോതിയുടെ കവിളിൽ ആഞ്ഞു പതിഞ്ഞു. ഒരു സ്ഫോടനം. എല്ലാവരിലും അതുണ്ടായി. അടി കഴിഞ്ഞതിനൊപ്പം തന്നെ ജയേഷ് ജ്യോതിയുടെ കയ്യിൽ നിന്ന് ആ ബാഗ് പിടിച്ചു വാങ്ങി. എന്നിട്ട് പ്രഭയ്ക്ക് നേരെ നീട്ടി. പിടിക്ക്. വേണ്ട, എനിക്ക് വേണ്ട ജയേട്ടാ. ഭീതിയോടെ അവൾ പിന്നോക്കം മാറി. പിടിക്കടി, ജയേഷ് ജ്വലിച്ചു. പ്രഭയുടെ കൈകൾ അറിയാതെ നീണ്ടു. അത് വാങ്ങി കയ്യിൽ വെച്ചു. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. അതെനിക്കുള്ളതാ. ഇവിടെ താടി. അടി കൊണ്ടിട്ടും അടങ്ങാതെ ജ്യോതി പ്രഭയ്ക്ക് നേരെ പാഞ്ഞു ചെന്നു. ബാഗിൽ പിടിക്കാൻ ശ്രമിച്ചു. എടി. ജയേഷ് ജ്യോതിയെ ബലമായി പിടിച്ചു നിർത്തി. എന്നിട്ടടിച്ചു. ഇരു കരണത്തും വീണ്ടും വീണ്ടും. മോനെ ജയ, എന്താണീ കാട്ടുന്നേ? മണിയമ്മ സഹികേടോടെ ചോദിച്ചു. ജയ, എന്താണിതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ എല്ലാം മുൻപിൽ വെച്ച് ഇങ്ങനെ ഇവളെ തല്ലാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്? എന്താ കാര്യമെന്നോ? ജയേഷിൻ്റെ മുഖം ചുവന്നു. കിതപ്പോടെ അവൻ നിന്നു. ഇന്നലെ രാത്രിയിൽ ഇതുപോലൊരു ലാപ്ടോപ്പ് തറയിൽ വീണ് പൊട്ടിച്ചെതറിപ്പോയി. എല്ലാവരും പ്രഭയെ കുറ്റപ്പെടുത്തി ശകാരിച്ചു. അതെങ്ങനെയാ പൊട്ടിയതെന്നറിയാവോ? ഇവളാ അത് ചെയ്തത്. ജയേഷ് ജ്യോതിയെ ബലമായി പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. രാത്രിയിൽ ആ മുറിയിൽ കയറി അതെടുത്ത് തറയിലേക്ക് ആഞ്ഞെറിഞ്ഞുടച്ചത് ഇവളാ. ജയേട്ടൻ, ഞാനല്ല. ജേട്ടൻ കള്ളം പറയല്ലേ? ജ്യോതി കുതറി മാറാൻ ശ്രമിച്ചു. മിണ്ടരുത് നീ. അയാൾ വിരൽ ചൂണ്ടി. ആരും കണ്ടില്ലെന്ന് നീ കരുതി, പക്ഷെ ഞാൻ കണ്ടു. ഞാനാ സാക്ഷി. ഈ ഞാൻ. എല്ലാ മുഖങ്ങളും ജ്യോതിക്ക് നേരെ തിരിഞ്ഞു. സത്യമാണോ ജ്യോതി? ദീപു ജ്യോതിയുടെ അടുത്തേക്ക് ചെന്നു. കവിളത്തേറ്റ അടി സാരമില്ല, പക്ഷേ ജയേഷിൻ്റെ വാക്കുകൾ, അത് ജ്യോതിക്ക് ഒത്ത നെറുകയിലേറ്റ ശക്തമായ അടിയായിരുന്നു. അവൾ ശബ്ദിച്ചില്ല. ഒരേ നിൽപ്പ്. ദീപു അച്യുതൻകുട്ടിയുടെ നേർക്ക് തിരിഞ്ഞു. എന്താച്ചാ ഇതൊക്കെ? എനിക്ക് സംശയമുണ്ടായിരുന്നു മോനെ, അയാൾ പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായി, സംശയമല്ല, സത്യമാണെന്ന്. അത്രയുള്ളൂ. കാര്യം തെളിച്ചു പറയച്ചാ. ഞാൻ പറയാൻ ദീപേട്ട, ഊറിയ ചിരിയോടെ പ്രിയ പറഞ്ഞു. അച്ഛൻ ഇന്നലെ ഇതേ കമ്പനിയുടെ ഇതേ വിലയുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങി പ്രഭയ്ക്ക് സമ്മാനിച്ചു. ജ്യോതിക്കത് കണ്ടപ്പോൾ കലിയിളകി. അവൾ കാറ് വാങ്ങാൻ കാശ് ചോദിച്ചിട്ട് അച്ഛൻ കൊടുത്തില്ലത്രേ. സ്വന്തം മകൾ ചോദിച്ചിട്ടും കൊടുക്കാതെ പ്രഭയ്ക്ക് വേണ്ടി പണം മുടക്കിയത് ശരിയല്ലെന്ന് പറഞ്ഞായിരുന്നു ബഹളം. ഞാൻ മുറി തുറന്ന് പുറത്തേക്ക് വന്നു. ബഹളത്തിൽ കയറി ഇടപെട്ടില്ലെന്നേയുള്ളൂ. അതെൻ്റെ മര്യാദ. പക്ഷേ അകത്തിരുന്നാലും ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ജ്യോതിയെ അടിക്കാൻ യാദൃശ്ചികമായൊരു വടി പ്രിയയ്ക്ക് വീണ് കിട്ടിയതാണ്. അത് നന്നായി തന്നെ ആഞ്ഞു പ്രയോഗിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. രാത്രിയായപ്പോൾ അച്ഛനോടും പ്രഭയോടും ഉള്ള ദേഷ്യം ജ്യോതി ഒരുമിച്ചങ്ങ് തീർത്തു. വാങ്ങിയ സാധനം അവളെടുത്ത് തല്ലി പൊട്ടിച്ചു കളഞ്ഞു. ശരിയല്ലേ അച്ഛാ? പ്രിയ നിഷ്കളങ്കതയോടെ അച്യുതൻകുട്ടിയിലേക്ക് ചോദ്യം വിട്ടു. അയാൾ മറുപടി പറഞ്ഞില്ല. അച്ഛാ, ജയേഷ് പറഞ്ഞു. ഇന്നലെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും പ്രഭയെ കുറ്റപ്പെടുത്തി, ശകാരിച്ചു. അക്കാര്യത്തിൽ മുമ്പിൽ നിന്നത് ജ്യോതി തന്നെയാ. അപ്പോൾ തന്നെ അവളല്ല കുറ്റക്കാരിയെന്ന് തുറന്നു പറയാൻ എനിക്ക് തോന്നിയതാണ്. പിന്നെ കരുതി എൻ്റെ ഭാര്യ നഷ്ടപ്പെടുത്തിയ സാധനം തിരികെ കൊടുത്തിട്ട് സത്യം പറയാമെന്ന്. അതുകൊണ്ട് ഇന്ന് തൊടുപുഴയ്ക്ക് പോകാതെ ഇങ്ങോട്ട് തന്നെ ഞാൻ വന്നത്. ജ്യോതിയുടെ മരവിച്ച മുഖത്ത് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കണ്ണുകൾ രക്തമായി. അവൾ ജയേഷിനെ തുറച്ചു നോക്കി. എന്നെ തോൽപ്പിക്കുമായിരുന്നല്ലേ, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ജയേഷ് മിണ്ടിയില്ല, പുഞ്ചിരിച്ചു. ജ്യോതി വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. ദീപു അത് ശ്രദ്ധിച്ചു. ജയ, അവൾ നിന്റെ ഭാര്യയാണ്, എന്നാലും എൻ്റെ അനിയത്തി കൂടിയാണവൾ. അവൻ തുടർന്നു. അവൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല. വളരെ വളരെ മോശം കാര്യമാണ്. എന്നാലും ജെയിൻ അതിങ്ങനെ ഇത്ര പബ്ലിക്കായി പറഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ ഇൻസൾട്ട് ചെയ്ത് ഇത്രയേറെ അപമാനിക്കരുതായിരുന്നു. മറ്റാരും അറിയാതെ അവളെ പറഞ്ഞു തിരുത്തുന്നതായിരുന്നു നല്ലത്. ജയേഷ് ചിരിച്ചു. അതിനിത് ആദ്യത്തെ തവണയാണെങ്കിലല്ലേ നീ
ജയേഷിൻ്റെ മുഖത്ത് കടുത്ത വേദന നിറഞ്ഞു. അനിയത്തെക്കുറിച്ച് ദീപേട്ടനറിയാത്ത ഒരു കാര്യമുണ്ട്, അവൻ തുടർന്നു. എന്ത് കാര്യത്തിലായാലും ഒപ്പമുള്ളവരെക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കണം. അതാണ് അവളുടെ വാശി. വിവാഹകാര്യത്തിൽ പോലും അവൾ അത് സാധിച്ചെടുത്തു. ദീപേട്ടനേക്കാളും പ്രീതേച്ചിയെക്കാളും മുന്തിയ ബന്ധം. ദീപു പ്രിയയെ നോക്കി. അവൾ തിരിച്ചും. അവളൊരു ടീച്ചറാണ് ദീപേട്ട. പക്ഷേ ആ ജോലി എങ്ങനെയോ അവൾക്ക് കിട്ടിപ്പോയി. അതിനപ്പുറം ആ ജോലിയോട് അവൾക്ക് ഒരു താല്പര്യവുമില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് ഒരു ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ കളക്ടർ, അങ്ങനെയുള്ള പദവികളായിരുന്നു. അത് കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻസ് എല്ലാം അവളിലുണ്ട്. ജയേഷ് തുടർന്നു. തൊടുപുഴയിൽ നിന്നവൾ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോന്നതാണ്. എന്തിനെന്നോ? കലേച്ചിയോടൊപ്പം എത്തുന്നില്ലെന്നതാണ് പ്രശ്നം. ദീപു അമ്പരന്നു. അതെങ്ങനെ സാധിക്കും? ജ്യോതിയോട് ഞാൻ അക്കാര്യം പറഞ്ഞു മടുത്തു ദീപേട്ട. കലേച്ചിയോ രതീഷേട്ടനോ എന്തു വാങ്ങിയാലും ഒപ്പം ഇവൾക്കും വാങ്ങിയേ തീരൂ. രതീഷേട്ടൻ ഈയിടെ കാർ മാറ്റി വാങ്ങി. അപ്പോൾ തുടങ്ങി ജ്യോതി എന്നെ നിർബന്ധിക്കാൻ. എൻ്റെ സ്വിഫ്റ്റ് മാറ്റിയിട്ട് പുതിയ എത്തിയോസ് വാങ്ങണമെന്ന് ഞാൻ വിലക്കി. എന്നിട്ടും അതിനുവേണ്ടി പണം വേണമെന്ന് പറഞ്ഞ് ഇവിടെ അച്ഛനെ അലട്ടിക്കൊണ്ടിരിക്കുവാണ്. മണിയമ്മ മൂക്കത്ത് വിരൽ വെച്ചു. അച്യുതൻകുട്ടിയും കേൾക്കുകയാണ്. രഹസ്യമായി അവളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താമായിരുന്നില്ലേന്ന് ദീപേട്ടൻ ചോദിച്ചില്ലേ? ശരിയാ, ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ ഒരു ഭർത്താവും ഇങ്ങനെ പബ്ലിക്കായി അത് വെളിപ്പെടുത്തി അപമാനിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അങ്ങനെ രഹസ്യമായി ബോധ്യപ്പെടുത്തി മടുത്തെങ്കിലോ? നീ എന്താ ചെയ്യാ പറയുന്നത്? അച്യുതൻകുട്ടി ചോദിച്ചു. തൊടുപുഴയിൽ ഇത് നിത്യസംഭവമാണച്ചാ. കലേച്ചി വാങ്ങുന്നത് 10,000-ഓ 20,000-ഓ രൂപ വിലയുള്ള സാരിയോ ചുരിദാറോ ആയിരിക്കും. എന്തെങ്കിലും ചെയ്ത് ജ്യോതി അത് കേടുവരുത്തും. കലേച്ചിക്ക് അത് ഉപയോഗിക്കാൻ പറ്റാണ്ടാക്കും. ജയേഷ് വേദനയോടെ തുടർന്നു. കലേച്ചിയുടെ വില കൂടിയ ഫോറിൻ മൊബൈലുകൾ, ടാബുകൾ ഒക്കെ ഒന്നുകിൽ കേടാകും, അല്ലെങ്കിൽ താഴെ വീണുടയും. എല്ലാറ്റിൻ്റെയും പിന്നിൽ ജ്യോതിയാണെന്ന് കണ്ടെത്തിയ നാൾ മുതൽ ഞാൻ അവളെ വിലക്കി, ഉപദേശിച്ചു. അവൾ വഴങ്ങിയില്ല. എൻ്റെ ഈശ്വര, മണിയമ്മ നെഞ്ചിൽ കൈവച്ചു. എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, കലേച്ചി, അവരുടെ കുഞ്ഞുങ്ങൾ, ഇത്രയും പേർക്ക് മുമ്പിൽ ജ്യോതി ഒരിക്കൽ പിടിക്കപ്പെട്ടു പോയാലത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. കലേച്ചി പോലീസിനെ പോലും വിളിക്കാൻ മടിക്കില്ല ദീപേട്ട. അത്രയ്ക്ക് മടുത്തിരിക്കുകയാണ് അവർ. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ പിന്നെ ജ്യോതിക്ക് എൻ്റെ വീട്ടിൽ എന്ത് സ്ഥാനമാണുള്ളത്? അവളുടെ ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് പോലും പിന്നെ ആ വീട്ടിൽ മുഖമുയർത്തി നിൽക്കാൻ പറ്റില്ല. അറിയോ ദീപേട്ടനത്? ദീപു തലയാട്ടി. ജയേഷ് പറയുന്നതാണ് ശരിയെന്ന്. ഇപ്പോൾ ഇവിടെ വെച്ച് ഞാനത് പബ്ലിക്കായി തുറന്നു പറഞ്ഞത് മനഃപൂർവ്വമാണ്. പിടിക്കപ്പെടുന്നതിൻ്റെ അപമാനം താങ്ങേണ്ടി വരുമ്പോൾ ഒന്നുകിൽ അവൾ ഈ സ്വഭാവം മാറ്റുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ ഇവിടെയുള്ളവരെല്ലാവരും കൂടി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന പ്രതീക്ഷ. ജയേഷ് തുടർന്നു. മാത്രമല്ല, ഇവിടെ വെച്ചാകുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് തലകുനിക്കേണ്ടി വരികയുമില്ല. ജയൻ്റെ ബുദ്ധി കൊള്ളാം. പ്രിയ പറഞ്ഞു. എനിക്ക് ജ്യോതിയോട് ദേഷ്യമൊന്നുമില്ല പ്രിയേച്ചി, സ്നേഹമേ ഉള്ളൂ. ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കവൾ പ്രിയപ്പെട്ടവൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളിലുള്ള എല്ലാ മോശ സ്വഭാവങ്ങളും മാറ്റിയെടുക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. ജയേഷ് കൈകൾ കൂപ്പി. എല്ലാവരും എന്നോട് സഹകരിക്കണം. അച്യുതൻകുട്ടിയും മണിയമ്മയും സങ്കടത്തോടെ പരസ്പരം നോക്കി. ജയേഷ് പിന്നെ നിന്നില്ല. സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. ഇളയ മകളായതുകൊണ്ട് അവളെ ഒരുപാട് കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്തു. ഇഷ്ടങ്ങളൊക്കെ സാധിച്ചും കൊടുത്തു. അത് വലിയൊരു തെറ്റായിപ്പോയി അല്ലേ മണി? അച്യുതൻകുട്ടി നെടുവീർപ്പിട്ടു. മണിയമ്മയ്ക്ക് സങ്കടം പെരുകി. നാക്കെടുത്താൽ അവൾ മുനവെച്ചേ സംസാരിക്കൂ. എന്നാൽ ഇത്രയും മോശമാണെന്ന് ഞാനും കരുതിയില്ല. പ്രിയ പറഞ്ഞു. മതി പറഞ്ഞത്. ദീപു പ്രിയയെ ശാസിച്ചു. അയ്യോ അമ്മേ! പെട്ടെന്നാണ് മുകളിൽ നിന്ന് ജയേഷിൻ്റെ നിലവിളി കേട്ടത്. അയ്യോ എൻ്റെ കുഞ്ഞ്! നിലവിളിയോടെ ആദ്യം മുകളിലേക്ക് പാഞ്ഞത് മണിയമ്മയാണ്. പിന്നാലെ മറ്റുള്ളവരും. തറയിൽ വീണ് കിടക്കുകയാണ് ജ്യോതി. ഇടത് കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ചിരിക്കുന്നു. മുറിയിൽ രക്തം പടർന്നൊഴുകുന്നു. ജ്യോതി ചേച്ചി! പ്രഭ വേഗം ജ്യോതിയുടെ കവിളിൽ അമർത്തിപ്പിടിച്ചു. നെഞ്ചിലും തൊട്ടു. ജയേട്ടാ, വേഗം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. സകല സങ്കടവും മറന്ന് അവൾ പറഞ്ഞു. ആത്മഹത്യാ ശ്രമമാണ്. ബ്ലഡ് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുറിയിൽ കണ്ട വൃത്തിയുള്ള ഒരു ടവൽ വലിച്ചെടുത്ത് അവൾ മുറിവിന് മീതെ വലിച്ചു കെട്ടുകയും ചെയ്തു. ഇനിയെങ്കിലും രക്തം നഷ്ടപ്പെടാതിരിക്കട്ടെ. ജയേഷും ദീപവും കൂടി ജ്യോതിയെ എടുത്ത് താഴെ ഇറക്കി കാറിൽ കയറ്റി. അവർക്കൊപ്പം അച്യുതൻകുട്ടിയും മണിയമ്മയും കൂടി കയറി. പ്രഭയ്ക്കും പ്രിയയ്ക്കും ശില്പയ്ക്കും കയറാനിടമില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തിരികെ വരാം, നിങ്ങളെ കൊണ്ടുപോകാം, ദീപു പറഞ്ഞു. അവനാണ് ഡ്രൈവ് ചെയ്തത്. പ്രഭയും പ്രിയയും തലയാട്ടി.
മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട ദീപേട്ട, ജയേഷ് പറഞ്ഞു. അവർ പോലീസിലെങ്ങാനും റിപ്പോർട്ട് ചെയ്താൽ പ്രശ്നമാകും. SMS ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ദീപു പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് ടോമിൻ്റെ ഫാദർ അവിടെയുണ്ട്, ഡോക്ടർ തോമസ് എബ്രാഹിം. ദീപു കാർ അങ്ങോട്ട് വിട്ടു. അതിനിടയിൽ ടോമിൻ്റെ നമ്പറിൽ വിളിച്ച് വിവരം പറയുകയും ചെയ്തു. ഞാൻ പപ്പയോട് ഉടനെ വിളിച്ച് പറയാം ദീപു, ടോം ഏറ്റു. അതുകൊണ്ട് അവരുടെ കാർ SMS ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ തോമസ് എബ്രാഹിമും കാഷ്വാലിറ്റിയിൽ റെഡിയായിരുന്നു. ജ്യോതിയെ പരിശോധിച്ച പാടെ വേഗം എമർജൻസി ഓപ്പറേഷൻ റൂമിലേക്ക് മാറ്റി. ഡോക്ടർ, എൻ്റെ ജ്യോതിക്ക് ഒരു അബദ്ധം ഉണ്ടാകാതെ രക്ഷിച്ചു തരണം. ജയേഷ് ഡോക്ടർ തോമസ് എബ്രാഹിമിന് മുൻപിൽ തൊഴുതു നിന്നു. അവൻ്റെ ശരീരം ശക്തി ക്ഷയിച്ചതുപോലെ വിറയ്ക്കുകയായിരുന്നു. ബി ബ്രേവ് മാൻ. ഡോക്ടർ പുഞ്ചിരിയോടെ അവൻ്റെ തോളിൽ തട്ടി. ഐ വിൽ ട്രൈ മൈ ലെവൽ, ഓക്കെ. ജയേഷിൻ്റെ ഹൃദയം ശക്തമായി മിടിച്ചു. ദീപു, ഡോണ്ട് വറി, ഡോക്ടർ ദീപുവിനോട് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ കാത്തോണേ, എൻ്റെ ദേവി. മണിയമ്മ കരച്ചിലൂടെ നെഞ്ചു പൊത്തിപ്പിടിച്ചു. അച്യുതൻകുട്ടിയും വല്ലാത്തൊരു ഭീതിയിലായിരുന്നു. രാത്രി 12 മണിയോടെ ഡോക്ടർ തോമസ് എബ്രാഹിം പറഞ്ഞു, ഷീസ് ഓക്കെ. ഞങ്ങൾക്കൊന്ന് കാണണം ഡോക്ടർ. ICUവിലാണ്, ബോധം വീണിട്ടില്ല, പുലർന്നിട്ട് കാണാം, അതാണ് നല്ലത്. ശരി ഡോക്ടർ. എല്ലാ മുഖങ്ങളിലും ആശ്വാസം വീണു. ഡോക്ടർ പോയപ്പോൾ അച്യുതൻകുട്ടി ജയേഷിൻ്റെ നേർക്ക് തിരിഞ്ഞു. ജയേഷിൻ്റെ വീട്ടിൽ അറിയിക്കണ്ടേ? അച്യുതൻകുട്ടി പറഞ്ഞു. വേണ്ടച്ചാ, ജയേഷ് പറഞ്ഞു. അത് ശരിയാകില്ല. വിഷാദമായിരുന്നു ആ മുഖത്ത്. ഇക്കാര്യം അവിടെ അറിഞ്ഞാൽ പ്രശ്നം വഷളാകുകയുള്ളൂ, ദീപു പറഞ്ഞു. അതുകൊണ്ട് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിറ്റേന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ജ്യോതിക്ക് ബോധം വീണ്ടു കിട്ടി. സംസാരിക്കാറായി. നഷ്ടപ്പെട്ട രക്തത്തിന് പകരം രക്തം കയറ്റിയത് കൊണ്ട് ക്ഷീണവും ഉണ്ടായില്ല. അതുകൊണ്ട് ICUവിൽ നിന്ന് അവളെ റൂമിലേക്ക് മാറ്റി. നീ എന്ത് പണിയടി കാട്ടിയേ? ദീപു റൂമിലെത്തിയ പാടെ അനിയത്തിയെ ശാസിച്ചു. അവൾ ചാകാൻ നടക്കുന്നു. ജ്യോതി മറുപടി പറഞ്ഞില്ല. മുഖം എതിർദിശയിലേക്ക് തിരിച്ചു കിടന്നു. വല്ലാത്തൊരു സങ്കടത്തോടെ ജയേഷ് അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അച്യുതൻകുട്ടി അത് ശ്രദ്ധിച്ചു. ജയ, നീ ഇന്നലെ ഓഫീസിൽ നിന്ന് വന്ന പടിയല്ലേ? ഇതുവരെയായിട്ടും വെള്ളം പോലും കുടിച്ചിട്ടുമില്ല. മോൻ വീട്ടിലേക്ക് ചെല്ല്, അയാൾ പറഞ്ഞു. ശരിയാ മോനെ, വീട്ടിൽ ചെന്നൊന്ന് കുടിക്ക്. പ്രഭയും പ്രിയയും അവിടെയുണ്ട്, ആഹാരം കഴിക്കാമല്ലോ, മണിയമ്മയും പറഞ്ഞു. ആദ്യം നിങ്ങൾ പോയി ആഹാരം കഴിക്ക്, ജയേഷ് പറഞ്ഞു. അത് വേണ്ട മോനെ, ഞങ്ങൾ. ദീപേട്ട, അച്ഛനെയും അമ്മയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ല്, അവരും ഇന്നലെ മുതൽ പട്ടിണിയാ. ശരിയാ ജയ, ദീപു പറഞ്ഞു. ഞാൻ ഇവരെ വിട്ടിട്ട് പ്രിയയും കൂട്ടി വരാം, അത് മതി. എന്നിട്ട് ഞാൻ പോയിക്കോളാം. ഇങ്ങോട്ടാരും വരണ്ട, ജ്യോതി അമർഷത്തോടെ പറഞ്ഞു. ഇതാ നിന്റെ കുഴപ്പം, ദീപു പറഞ്ഞു. പിന്നെ അവൻ നിർബന്ധിച്ച് തന്നെ അച്യുതൻകുട്ടിയെയും മണിയമ്മയും വണ്ടിയിൽ കയറ്റി. എന്താ ജ്യോതി നീ ചെയ്തതൊക്കെ? എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഹൃദയം പിളരുന്ന നൊമ്പരത്തോടെ ജയേഷ് ജ്യോതിയുടെ കൈത്തണ്ടയിൽ തൊട്ടു. മുറിവ് കെട്ടിയ ബാൻഡേജിൽ. ഒരു നിമിഷമെങ്കിലും നീ എന്നെക്കുറിച്ച് ഓർത്തോ? നീ പോയാൽ എനിക്കാരുണ്ട് മോളെ, വിട്. ജ്യോതി അവൻ്റെ കൈ തട്ടിമാറ്റി. എല്ലാവർക്കും മുൻപിൽ വെച്ച് ചേട്ടൻ എന്നെ അപമാനിച്ചില്ലേ? നീ ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ മോളെ? ഞാൻ ഇനിയും അത് തന്നെ ചെയ്യും, അവൾ വാശിയോടെ പറഞ്ഞു. എന്നെ തള്ളി മാറ്റിയിട്ട് എന്നെ അപമാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയ സാധനം ജേട്ടൻ ആ തെണ്ടിപ്പെണ്ണിന് കൊടുത്തു. എനിക്കത് സഹിക്കാൻ വയ്യ. അവൾക്ക് ഞാനൊരു തെരുവ് നായയുടെ വില പോലും കൊടുത്തിട്ടില്ല. ജേട്ടൻ കണ്ടോ, അവളെ ഞാൻ ഡോക്ടറാക്കില്ല. അതിനു വേണ്ടി എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഇനി മുതൽ ഞാൻ ചെയ്തിരിക്കും, ഉറപ്പാ. രക്തത്തുള്ളി വീണതുപോലെ ജ്യോതിയുടെ മിഴികൾ രോഷവും വെറുപ്പും കൊണ്ട് ചുവന്നു. ജയേഷിൻ്റെ മനസ്സും അടുത്തുപോയി. പുതിയോട്ടെ മുറ്റത്ത് കാർ നിർത്തി. അച്യുതൻകുട്ടിയും മണിയമ്മയും ദീപവും ഇറങ്ങി അകത്തേക്ക് വരുമ്പോൾ പ്രിയ ചോദിച്ചു, അവൾ സംസാരിക്കാൻ തുടങ്ങിയോ ദീപേട്ടാ? ആ, ദീപു പറഞ്ഞു. പ്രഭ കോളേജിൽ പോയിരുന്നില്ല, കിച്ചണിലായിരുന്നു അവൾ. കാറിൻ്റെ ശബ്ദം കേട്ട് അവൾ ഓടിയെത്തി. ജ്യോതി ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മണിയാൻറ്റി? അവൾ ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അച്യുതൻകുട്ടിയാണ് ഉത്തരം പറഞ്ഞത്. ഓരോ ബുദ്ധിമോശങ്ങൾ. അച്ഛൻ ഇത് ഒഴിവാക്കാമായിരുന്നു. ദീപുവിൻ്റെ സ്വരത്തിൽ അമർഷമുണ്ടായിരുന്നത് അച്യുതൻകുട്ടി തിരിച്ചറിഞ്ഞു. നീ എന്നാടാ അങ്ങനെ പറഞ്ഞത്? മകൻ്റെ സ്വരത്തിലെ അമർഷവും കുത്തുവാക്കും തിരിച്ചറിഞ്ഞ മണിയമ്മയും അവന് നേരെ തിരിഞ്ഞു. ജ്യോതിയുടെ ജീവനേക്കാൾ വലുതാണോ അച്ഛാ പണം? ദീപു ചോദിച്ചു. അവൾ കുറച്ച് രൂപ ചോദിച്ചെങ്കിൽ അച്ഛനത് കൊടുക്കാമായിരുന്നില്ലേ അമ്മേ? എടാ, 1, 2, 3 ലക്ഷമൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എവിടെന്നാടാ എടുത്തു തരുന്നേ? എൻ്റെ കയ്യിൽ എവിടെന്നാടാ പണം? അച്യുതൻകുട്ടി ചോദിച്ചു. അത് ശരി, ദീപുവിന് ഈർഷ്യയായി. പിന്നെ
1,00,000 രൂപ കൊടുത്ത് അച്ഛൻ ഇവൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തതോ? പ്രഭയെ ചൂണ്ടിക്കാട്ടി ദീപു കുറ്റപ്പെടുത്തി. എല്ലാം കണ്ടും കേട്ട് ഒതുങ്ങി മാറി നിൽക്കുമായിരുന്നു അവൾ. പ്രഭയ്ക്കത് ഞാൻ വാങ്ങിക്കൊടുത്തു എന്നാ നിന്നോട് ആരാണ് പറഞ്ഞത്? അച്യുതൻകുട്ടി ചോദിച്ചു. അച്ഛൻ വാങ്ങാതെ പിന്നെ? അവൾക്കത് അവളുടെ ക്ലാസ്സിലെ കുട്ടി ഗിഫ്റ്റ് കൊടുത്തതാ. പിന്നെ ഇത്രയും വിലയുള്ള ലാപ്ടോപ്പല്ലേ ക്ലാസ്സിലെ കുട്ടി കൊടുക്കുന്ന ഗിഫ്റ്റ്? അച്ഛൻ കള്ളം പറയല്ലേ? എടാ, അച്യുതൻകുട്ടി രോഷത്തോടെ മകൻ്റെ നേർക്ക് തിരിഞ്ഞു. ഈ പെങ്കൊച്ചിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ. എല്ലാം ഞാൻ അവൾക്ക് വാരിക്കൊടുക്കുവാണെന്നുള്ള എൻ്റെ മക്കളുടെ പരാതി. എടാ, ആയ കാലത്ത് ഞാൻ അധ്വാനിച്ചതും ഉണ്ടാക്കിയതും മുഴുവൻ വാരിക്കോരി തന്നത് എൻ്റെ 3 മക്കൾക്കാടാ. ഇപ്പോൾ ഈ അച്ഛൻ വെറും തൊണ്ട, അറിയാമോ? അയാൾ തുടർന്നു. മക്കൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച കടങ്ങൾ എൻ്റെ പെൻഷൻ പോലും ഉപയോഗിച്ച് വീട്ടിക്കൊണ്ടിരിക്കുവാടാ ഞാൻ. നിന്നോട് ഞാനത് പറഞ്ഞിട്ടുണ്ടോ? 10 രൂപ സഹായം ചോദിച്ചിട്ടുണ്ടോ? പറയടാ. ദീപുവിൻ്റെ മുഖം മങ്ങി. ഈ പെങ്കൊച്ച് അനാഥയായി പകച്ചു നിന്നപ്പോൾ കൂടെ കൂട്ടാൻ ഞാനും പേടിച്ചതാ. എങ്ങനെ ഇവൾക്ക് ഞാൻ ചെലവിന് കൊടുക്കും, ഇവളുടെ കാര്യങ്ങൾ നോക്കുമെന്ന്. വലിയൊരു ബാധ്യത തന്നെയാണെന്നും ഞാൻ പേടിച്ചതാ. പക്ഷേ അവൾ ഈ വീട്ടിൽ കാലുകുത്തിയ അന്ന് എനിക്ക് മനസ്സിലായി അവൾ എനിക്കൊരു ബാധ്യതയോ ഭാരമോ ആകില്ലെന്ന്. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? പ്രിയ ഇടയ്ക്ക് കയറി. അവൾക്ക് വേണ്ടി ചെലവാക്കുന്നതൊക്കെ പിന്നെ എന്നതാ? എന്ത് ചെലവാക്കിയെന്നാടി? അവൾ 3 നേരം ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിനുള്ളിലും പറമ്പിലും വരെ രാവും പകലും അധ്വാനിക്കുന്നുണ്ട്. 4-5 മാസമായിട്ട് മുമ്പത്തേക്കാൾ ഇരട്ടി തുണികൾ മണി തയ്ക്കുന്നുണ്ട്. അത് അവളും കൂടെ തയ്ക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടാ. ആ തയ്യൽ കാശ് ചെലവാക്കുന്നതും ഇവിടാണെടാ. അച്ഛനോട് തിന്നതിൻ്റെയും ചെയ്തതിൻ്റെയും കണക്കാരാ ചോദിച്ചത്? കണക്ക് പറയുമ്പോൾ എല്ലാം പറയണമെടാ. 3 നേരം ആഹാരം കൊടുക്കുന്നത് പോലെയാണോ അച്ഛാ മെഡിസിന് ചേർത്ത് പഠിപ്പിക്കുന്നത്? ഇപ്പോൾ തന്നെ എത്ര ലക്ഷം അച്ഛൻ മുടക്കിക്കഴിഞ്ഞു? എടാ, ഞാൻ ലക്ഷം മുടക്കിയിട്ടല്ലടാ അവൾ പഠിക്കുന്നത്. പിന്നെ അവളുടെ അമ്മയും അച്ഛനും ബാങ്കിലിട്ടിരിക്കുന്ന പണം കൊണ്ടാ. അത് തന്നെ ഇപ്പോൾ ചിലവാക്കേണ്ടി വരുന്നുമില്ല. കോഓപ്പറേറ്റീവ് ബാങ്കിൽ വേണുവും സുധയും നിക്ഷേപിച്ചിരുന്ന പണത്തിൻ്റെ കാര്യം, പ്രഭയെ മെഡിസിന് ചേർക്കാനുണ്ടായ സാഹചര്യം എല്ലാം അച്യുതൻകുട്ടി വിവരിച്ചു. അഡ്മിഷൻ കിട്ടിയ ശേഷം ഇവൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും, എന്തിന് മുഖത്ത് പൂശുന്ന പൗഡർ പോലും ഇവളുടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങൾ വാങ്ങിക്കൊടുത്തതാ. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ദിവസവും വേണ്ടി വരുന്ന എല്ലാ ചെലവുകളും എടുക്കുന്നത് കൂടെയുള്ള ഡോക്ടർ പിള്ളേരാ. അങ്ങനെ കിട്ടിയതാ ഇവൾക്ക് ആ ലാപ്ടോപ്പ്. അച്യുതൻകുട്ടിയുടെ മുഖത്ത് പരിഹാസം നിറഞ്ഞു. എൻ്റെ മക്കളും മരുമക്കളും ബന്ധുക്കളും ഒക്കെ ജോലിക്കാരാണ്, ശമ്പളക്കാരാണ്. അച്ഛനും അമ്മയും മരിച്ച് നിസ്സഹായിയായി നിൽക്കുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ നേർക്ക് കരുണയോടെ വെച്ച് നീട്ടാൻ ഒരു 100 രൂപ പോലും ആരുടെ കയ്യിലും ഇല്ലാതായിപ്പോയി. പക്ഷേ വരുമാനവും ജോലിയും ഒന്നുമില്ലെങ്കിലും കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള വലിയ മനസ്സുണ്ടായി. സത്യത്തിൽ പ്രഭയെ സഹായിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇപ്പോൾ ഞാനല്ല, ആ പിള്ളേരാ. ദീപവും പ്രിയയും പരസ്പരം നോക്കി. ശരിക്കു പറഞ്ഞാൽ അവളിപ്പോൾ ഇവിടെ അന്തിയുറങ്ങുന്നുണ്ട്. അതുമാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഔദാര്യം. അതും ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോടാ, ഞാൻ അവളെ മെഡിക്കൽ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടേക്കാം. അവിടെ അവൾക്കൊരു കട്ടിൽ എന്തായാലും കിട്ടും. മാസം 50 രൂപയുടെ ചിലവേയുള്ളൂ. അതും ആ കുട്ടികൾ ആരെങ്കിലും കൊടുത്തോളും. അതാ അച്ചുവേട്ടാ നല്ലത്. ആദ്യമായി മണിയമ്മ നാവുയർത്തി. ഇവിടെ രാവെളുക്കുവോളം എല്ലുമുറിയെ പാടുപെട്ടാലും ഭക്ഷണത്തിനു പോലും ശകാരവും കണക്കുമോ പാവത്തിന്. അവർക്ക് കണ്ണുകൾ തുളുമ്പി. എൻ്റെ കൂടപ്പിറപ്പിൻ്റെ കുഞ്ഞ ചത്ത തലയ്ക്ക് മീതെ നിൽക്കുക. ഇതിൻ്റെ കണ്ണീര് കണ്ടാൽ അതുങ്ങളുടെ ആത്മാവിന് പോലും ഗതി കിട്ടുകയില്ല. അതുകൊണ്ട് ആർക്കും ഇനിയൊരു ബുദ്ധിമുട്ട് വേണ്ട. പ്രഭയെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടേക്ക്. ഞാൻ പോകത്തില്ല മണിയാൻറ്റി. കാറ്റുപോലെ പാറി വന്നു പ്രഭ. മണിയമ്മയെ കെട്ടിപ്പിടിച്ചു. മണിയാൻറ്റിയെ വിട്ടിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. അവൾ കേണു. നിസ്സഹായതയോടെ അച്യുതൻകുട്ടിയെ നോക്കി. എന്നെ പറഞ്ഞു വിടല്ലേ അച്ചുമാമേ, എൻ്റെ മോളെ. മണിയമ്മ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അച്യുതൻകുട്ടിക്കും നെഞ്ചു വിങ്ങി. പ്രിയയും ദീപവും അന്താളിച്ചു നിന്നു. അടുത്ത ഭാഗം നാളെ.